Hello everyone, welcome back to my video. Welcome to part 2 of CPT medicine. Part 1 already uploaded and this is part 2. Question number 1. Sally suffered from dehydration after running a marathon. She was taken into her primary care doctor's office. Dr. Small checked Sally and ordered hydration therapy with normal saline. The hydration lasted 45 minutes. How would you report the service? ഇവിടെ സാലി എന്ന് പറഞ്ഞൊരു പേഷ്യൻ്റ് ഒരു മാരത്തൺ റണ്ണിങ് കഴിഞ്ഞിട്ട് ഡീഹൈഡ്രേഷനായിട്ട് വന്നേക്കാണ്. അപ്പോൾ പ്രൈമറി കെയർ ഡോക്ടറാണ് ഡോക്ടർ സ്മോൾ പേഷ്യൻറ്റിനെ സാലിനെ ചെക്ക് ചെയ്തിട്ട് ഒരു ഹൈഡ്രേഷൻ തെറാപ്പി വിത്ത് നോർമൽ സലൈൻ ഓർഡർ ചെയ്യാണ്. ഒരു 45 മിനിറ്റ്സ് ആണ് ഹൈഡ്രേഷൻ തെറാപ്പി കൊടുത്തിട്ടുള്ളത്. ഈ സർവീസ് എങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് മെഡിസിൻ ചാപ്റ്ററിലെ ഒരു സെക്ഷനാണ് ഹൈഡ്രേഷൻ. ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെഡിസിനൽ പ്രൊസീജിയറാണ്, അതായത് ഒരു ട്രീറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ നമുക്ക് ഡീഹൈഡ്രേഷൻ വരുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് നോർമൽ സലൈൻ അല്ലെങ്കിൽ D5 ഹാഫ് നോർമൽ സലൈനൊക്കെ ഒരു പ്രീ പാക്കേജ്ഡ് ഫ്ലൂയിഡായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന പ്രൊസീജിയറാണ് ഹൈഡ്രേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡ്രഗ്സും അതർ സബ്സ്റ്റൻസസ്, ഇപ്പോൾ വൈറ്റമിൻസ്, മിനറൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിനൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഹൈഡ്രേഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നോർമൽ സലൈനാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ അതാണ് ഹൈഡ്രേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 96365, 96361, ഓപ്ഷൻ ബി 96369, ഓപ്ഷൻ സി 96360, ഓപ്ഷൻ ഡി 96360, 96361 ആണ്. ഹൈഡ്രേഷൻ സെക്ഷനിൽ നമുക്ക് ആകെ കൂടി 2 കോഡുകൾ മാത്രമേ വരുന്നുള്ളൂ. 96360യും ആഡ് ഓൺ കോഡായ 96361 ആണ്. ഇതാണ് ഹൈഡ്രേഷൻ്റെ കോഡുകൾ വരുന്നത്. പിന്നെ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എ ഓപ്ഷനിൽ നമുക്ക് 96365 കൊടുത്തിട്ടുണ്ട്. ഈ 96365 എന്ന് പറയുന്നത് ഇൻട്രാവീനസ് ഇൻഫ്യൂഷൻ ഫോർ തെറാപ്പി, പ്രൊഫിലാക്സിസ് ഓർ ഡയഗ്നോസിസ്, സ്പെസിഫൈഡ് സബ്സ്റ്റൻസ് ഓർ ഡ്രഗ്, ഇനീഷ്യൽ അപ് ടു 1 hour ആണ്. അതായത് എന്തെങ്കിലും മെഡിസിൻസും ഡ്രഗ്സൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ ഹൈഡ്രേഷൻ ആയിട്ടല്ല കൺസിഡർ ചെയ്യുക, നമ്മളതിനെ IV ഇൻഫ്യൂഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഹൈഡ്രേഷന് നമുക്ക് 2 കോഡുകളേ വരുന്നുള്ളൂ, 96360യും 96361. അപ്പോൾ അത് ടൈം അനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഇനി ഡ്രഗൊക്കെയാണ് കൊടുത്തതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ IV ഇൻഫ്യൂഷൻ്റെ കോഡുകളാണ് എടുക്കേണ്ടത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നോർമൽ സലൈനാണ് പേഷ്യൻറ്റിന് ഹൈഡ്രേഷൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം, കാരണം അവിടെ IV ഇൻഫ്യൂഷൻ്റെ കോഡാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഓപ്ഷൻ ബി നോക്കുകയാണെങ്കിൽ 96369 ആണ്. അതും നമുക്ക് സബ്ക്യൂട്ടേനിയസ് ഇൻഫ്യൂഷൻ്റെ ഒക്കെ കോഡുകളാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബിയും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഓപ്ഷൻ സിയും ഡിയും നോക്കുമ്പോൾ നമുക്ക് 96360യും ഉണ്ട്. ഡിയിൽ 96360, 96361 എന്നുള്ള ഹൈഡ്രേഷൻ കോഡുകളാണ് ഉള്ളത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് 45 മിനിറ്റ്സ് ആണ് ഹൈഡ്രേഷൻ തെറാപ്പി കൊടുത്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. 96360ൻ്റെ ഡിസ്ക്രിപ്ഷൻ വരുന്നത് ഇൻട്രാവീനസ് ഇൻഫ്യൂഷൻ, ഹൈഡ്രേഷൻ, ഇനീഷ്യൽ 31 മിനിറ്റ്സ് ടു 1 hour. ഫസ്റ്റ് 31 മിനിറ്റ്സ് മുതൽ 1 hour വരെയുള്ള ഇൻട്രാവീനസ് ഇൻഫ്യൂഷൻ ഹൈഡ്രേഷൻ ആണ് 96360 എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ തൊട്ട് താഴത്ത് ബ്രാക്കറ്റിൽ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്, ഡു നോട്ട് റിപ്പോർട്ട് ഇൻട്രാവീനസ് ഇൻഫ്യൂഷൻ ഫോർ ഹൈഡ്രേഷൻ ഓഫ് 30 മിനിറ്റ്സ് ഓർ ലെസ്. 30 മിനിറ്റ്സിന് താഴെയുള്ള ഹൈഡ്രേഷൻ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറില്ല. 31 മിനിറ്റ് മുതലുള്ളതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 31 മിനിറ്റ്സ് മുതൽ 1 hour വരെ 96360 കൊടുക്കുക. ആഡ് ഓൺ കോഡ് 96361 കൊടുക്കുക. ഈച്ച് അഡീഷണൽ അവറാണ്. ആദ്യത്തെ ആ ഒരു 1 hour കഴിഞ്ഞിട്ട് വരുന്ന അഡീഷണൽ ആയിട്ട് വരുന്ന ഓരോ അവറിനാണ് നമ്മൾ 96361 കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ 45 മിനിറ്റ്സേ ഉള്ളൂ. ഈ 45 മിനിറ്റ്സ് എന്ന് പറയുന്നത് 31 മിനിറ്റ്സ് ടു 1 hourൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് 96360 മാത്രം മതി. അപ്പോൾ നമ്മുടെ ആൻസർ വരാം ഓപ്ഷൻ സി ആണ്, 96360.
Question number 2. A cancer patient is coming in to have a chemotherapy infusion. The physician notes the patient is dehydrated and will first administer a hydration infusion. The infusion time was 1 hour and 30 minutes. Select the codes that should be reported for this encounter. ഇവിടെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് കീമോതെറാപ്പി ഇൻഫ്യൂഷനായിട്ട് വരികയാണ്. അപ്പോൾ ആ ഡോക്ടർ നോട്ടീസ് ചെയ്യുകയാണ് ഈ പേഷ്യൻ്റ് ഡീഹൈഡ്രേറ്റഡ് ആണ്. സോ ആദ്യം ഹൈഡ്രേഷൻ തെറാപ്പിയാണ് പേഷ്യൻറ്റിന് വേണ്ടത് എന്ന് വിചാരിച്ചിട്ട് പേഷ്യൻറ്റിന് 1 hour 30 minutes ഹൈഡ്രേഷൻ ഇൻഫ്യൂഷൻ കൊടുക്കുകയാണ്. ഇനി ഇതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. ഇനി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ 96360, ഓപ്ഷൻ ബി 96360, 96361, ഓപ്ഷൻ സി 96365, 96366, ഓപ്ഷൻ ഡി 96422. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ് ഹൈഡ്രേഷന് നമുക്ക് 2 കോഡുകളെ വരുന്നുള്ളൂ, 96360യും 96361 എന്നുള്ള ആഡ് ഓൺ കോഡും. അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ സിയും ഡിയും എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഹൈഡ്രേഷൻ്റെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ആകെ 96360, 96361 വരുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ടത് പേഷ്യൻറ്റിന് 1 hour 30 minutes ആണ് കൊടുത്തിട്ടുള്ളത്. 96360 എന്ന് പറയുന്നത് ഇൻട്രാവീനസ് ഇൻഫ്യൂഷൻ ഹൈഡ്രേഷൻ ഇനീഷ്യൽ 31 minutes to 1 hour ആണ്. അപ്പോൾ ആദ്യത്തെ 1 hourനുള്ള കോഡ് 96360 ആണ്. ഇനി നോക്കുകയാണെങ്കിൽ ഇവിടെ 30 minutes ആണ് എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആഡ് ഓൺ കോഡ് 96361 കൊടുക്കണമെങ്കിൽ ഈച്ച് അഡീഷണൽ അവറാണ്. ഓരോ അഡീഷണൽ ആയിട്ട് വരുന്ന അവറിനാണ് നമ്മൾ 96361 കൊടുക്കുന്നത്. അതിൻ്റെ താഴത്തായിട്ട് ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് 96361 for hydration infusion intervals of greater than 30 minutes beyond 1 hour increment. അതായത് ആദ്യത്തെ 1 hour കഴിഞ്ഞിട്ട് വരുന്ന ടൈം 30 minutesന് കൂടുതലായിരിക്കണം. അതായത് ഇപ്പം 1 hour 31 minutes ഉണ്ടെങ്കിലേ നമുക്ക് ആഡ് ഓൺ കോഡ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഈ കേസിൽ 1 hour 30 minutesേ ഉള്ളൂ. ഈ 30 minutesന് കൂടുതലുണ്ടെങ്കിലാണ് നമ്മൾ 96361 എന്നുള്ള ആഡ് ഓൺ കോഡ് കൊടുക്കാൻ പാടുള്ളൂ. അതിപ്പോൾ 1 hour 45 minutes ആണെങ്കിൽ നമുക്ക് ആഡ് ഓൺ കോഡ് കൊടുക്കാം 45 minutesന്. അപ്പോൾ 30 minutesലും കൂടുതൽ 31 minutes മുതലാണ് നമ്മൾ ആഡ് ഓൺ കോഡ് കൊടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു 30 minutesനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 1 hourനുള്ള കോഡ് 96360 മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ ഇസ് 96360 ഓപ്ഷൻ എ. Question number 3. A cardiologist pediatrician sends a 4-week-old baby to an outpatient facility to have an echocardiogram. The baby has been having rapid breathing. He is sedated and a probe is placed on the chest wall and images are taken through the chest wall. A report is generated and sent to the pediatrician. The interpretation of the report by the pediatrician reveals the baby has an atrial septal defect. Choose the CPT code the cardiologist pediatrician should report. ഇവിടെ ഒരു കാർഡിയോളജിസ്റ്റ് പീഡിയാട്രീഷ്യൻ ഒരു 4-week-old ആയിട്ടുള്ള ബേബീനെ ഔട്ട് പേഷ്യൻറ്റ് ഫെസിലിറ്റിയിൽ ഒരു എക്കോ കാർഡിയോഗ്രാം പെർഫോം ചെയ്യാനായിട്ട് സെൻഡ് ചെയ്യാണ്. ആ ഒരു ബേബിക്ക് റാപ്പിഡ് ബ്രീത്തിങ് ഒക്കെ ഉണ്ട്. അങ്ങനെ ബേബീനെ സെഡേറ്റ് ചെയ്ത് ഒരു പ്രോബ് ചെസ്റ്റ് വാളിൽ പ്ലേസ് ചെയ്തിട്ട് ഇമേജസ് എടുക്കുകയാണ്. ത്രൂ ദ ചെസ്റ്റ് വാളാണ്. അതുപോലെ തന്നെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തിട്ട് പീഡിയാട്രീഷ്യന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പീഡിയാട്രീഷ്യൻ കാർഡിയോളജി പീഡിയാട്രീഷ്യൻ ചെയ്യുന്നത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ റിപ്പോർട്ട്. അതിൽ ബേബിക്ക് ആട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് ആണെന്ന് ഫൈൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സർവീസാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ 93303, ഓപ്ഷൻ ബി 93315 modified 26, ഓപ്ഷൻ സി 93303 modified 26 ആൻഡ് ഓപ്ഷൻ ഡി 93315 ആണ്. ഇതിൽ ഓപ്ഷൻ എയും സിയും സെയിം കോഡാണ്. ഒരെണ്ണത്തിൽ മോഡിഫയർ അപ്പൻഡ് ചെയ്തിട്ടുണ്ട്, ഒരെണ്ണത്തിലില്ല. ബിയും ഡിയും അതുപോലെ തന്നെയാണ്, സെയിം കോഡാണ്. മോഡിഫയർ അപ്പൻഡ് ചെയ്തിട്ടുണ്ട് ഒരെണ്ണത്തിൽ അപ്പൻഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് 93303 ഓപ്ഷൻ എയും സിയിലുള്ള കോഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ ട്രാൻസ് തൊറാസിക്
എക്കോകാർഡിയോഗ്രഫി ഫോർ കൺജനൈറ്റൽ കാർഡിയാക് അനോമാലിറ്റീസ് കംപ്ലീറ്റ് ആണ്. ട്രാൻസ് തൊറാസിക് ആയിട്ട് എക്കോകാർഡിയോഗ്രഫി പെർഫോം ചെയ്യാണ് ഫോർ കൺജനൈറ്റൽ കാർഡിയാക് അനോമാലിറ്റീസ്. കൺജനൈറ്റൽ കാർഡിയാക് അനോമാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോഴേ ഉള്ള കാർഡിയാക് പ്രോബ്ലംസ് ആണ്. അനോമാലിറ്റീസ് എന്ന് പറഞ്ഞാൽ അബ്നോമാലിറ്റീസ് ആണ്. അത് കംപ്ലീറ്റ് ആണ്. അപ്പോൾ 93303. ഈ 93315 എന്ന് പറയുന്നത് ട്രാൻസ് ഈസോഫാജിയൽ എക്കോകാർഡിയോഗ്രഫി ഫോർ കൺജനൈറ്റൽ കാർഡിയാക് അനോമാലിറ്റീസ് ഇൻക്ലൂഡിംഗ് പ്രോപ്ലേസ്മെൻറ്റ്, ഇമേജ് അക്യൂസിഷൻ, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ടാണ്. അതായത് ട്രാൻസ് ഈസോഫാജിയൽ ആയിട്ട് എക്കോകാർഡിയോഗ്രഫി പെർഫോം ചെയ്യാണ് കൺജനൈറ്റൽ അബ്നോമാലിറ്റീസിന് വേണ്ടി തന്നെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ചെസ്റ്റ് വാളിലൂടെയാണ് പ്രോബ് പ്ലേസ് ചെയ്ത് ചെസ്റ്റ് വാളിലൂടെയാണ് ഇമേജസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ട്രാൻസ് ഈസോഫാജിയൽ അല്ല ട്രാൻസ് തൊറാസിക് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് 93315 എന്ന് പറയുന്നത് എന്താ, ട്രാൻസ് ഈസോഫാജിയൽ ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബിയും ഡിയും എലിമിനേറ്റ് ചെയ്ത് കളയാം. പിന്നെ നമുക്ക് എയും സി ആണുള്ളത്, സെയിം കോഡാണ്. ഇനി മോഡിഫൈ 26 അപ്പൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത്. ഈ മോഡിഫൈ 26 എന്ന് പറയുന്നത് പ്രൊഫഷണൽ കമ്പോണൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഒരു ഔട്ട് പേഷ്യൻറ്റ് ഫെസിലിറ്റിയിലാണ് എക്കോ കാർഡിയോഗ്രാം ചെയ്തത്. അവരവിടെ നിന്ന് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തിട്ട്, അതായത് ഇമേജസ് ഒക്കെ എടുത്ത് അതിൻ്റെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് കാർഡിയോളജിസ്റ്റ് പീഡിയാട്രീഷ്യന് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി കാർഡിയോളജിസ്റ്റ് പീഡിയാട്രീഷ്യനാണ് ഈ ഒരു റിപ്പോർട്ടിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ പ്രൊഫഷണൽ കമ്പോണൻ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ടെക്നിക്കൽ കമ്പോണൻ്റ് ഒരു ഔട്ട് പേഷ്യൻറ്റ് ഫെസിലിറ്റിയിലാണ് ചെയ്തത്. നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് കാർഡിയോളജിസ്റ്റ് പീഡിയാട്രീഷ്യൻ്റെ സർവീസാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പീഡിയാട്രീഷ്യൻ ചെയ്തിട്ടുള്ളത് എന്താണ്, റിപ്പോർട്ട് ഇൻ്റർപ്രിട്ടേഷനൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഫഷണൽ കമ്പോണൻറ്റിനുള്ള കോഡ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ സി കിട്ടും. 93303 മോഡിഫൈഡ് 26, അതായത് ട്രാൻസ് തൊറാസിക് എക്കോകാർഡിയോഗ്രഫി ഫോർ കൺജനൈറ്റൽ കാർഡിയാക് അനോമാലിറ്റീസ് കംപ്ലീറ്റ് ആണ്, വിത്ത് പ്രൊഫഷണൽ കമ്പോണൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ മോഡിഫൈഡ് 26 അപ്പൻഡ് ചെയ്യും. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. Question: photodynamic therapy involving application of light externally to destroy premalignant lesions on the lower lip was provided to a 63-year-old patient called the encounter. ഒരു 63-year-old ആയിട്ടുള്ള പേഷ്യൻ്റ് പ്രീമാലിഗ്നൻ ലീഷൻസ് ഉണ്ട് ലോവർ ലിപ്പിൽ. അതിനെ ഫോട്ടോഡൈനാമിക് തെറാപ്പി യൂസ് ചെയ്തിട്ട് ഡിസ്ട്രോയ് ചെയ്യാനായിട്ടാണ് വരുന്നത്. അവിടെ ആപ്ലിക്കേഷൻ ഓഫ് ലൈറ്റ് ആണ്, ലൈറ്റ് അപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു ലീഷൻസിനെ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എൻകൗണ്ടർ കോഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ 96570, ഓപ്ഷൻ ബി 96999, ഓപ്ഷൻ സി 96567 ആൻഡ് ഓപ്ഷൻ ഡി 96913. ഓപ്ഷൻസിലെ കോഡുകളുടെ ഡിസ്ക്രിപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ എ 96570 ആണ്. ഫോട്ടോഡൈനാമിക് തെറാപ്പി ബൈ എൻഡോസ്കോപ്പിക് ആപ്ലിക്കേഷൻ ഓഫ് ലൈറ്റ് ടു അബ്ലേറ്റ് അബ്നോർമൽ ടിഷ്യൂ ആയ ആക്ടിവേഷൻ ഓഫ് ഫോട്ടോ സെൻസിറ്റീവ് ഡ്രഗ്സ് ഫസ്റ്റ് 30 minutes ആണ് ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാം ഈ 96570 നോക്കിയാൽ കാണാം അതൊരു ആഡ് ഓൺ കോഡാണ്. നമുക്ക് ആഡ് ഓൺ കോഡ് ഒരിക്കലും ഒറ്റയ്ക്ക് കോഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പോൾ 2 കോഡുകൾ ഉണ്ടെങ്കിൽ ഫസ്റ്റത്തെ കോഡായിട്ട് നമുക്ക് ആഡ് ഓൺ കോഡ് കൊടുക്കാൻ പറ്റില്ല. ആഡ് ഓൺ കോഡ് എപ്പോഴും ഒരു പ്രൈമറി കോഡിൻ്റെ കൂടെ ആയിരിക്കണം കൊടുത്തിട്ടുണ്ടാവുക, അതായത് ഒരു സെക്കൻഡറി കോഡായിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം, കാരണം അതൊരു ആഡ് ഓൺ കോഡാണ്. ഇനി ഓപ്ഷൻ ബി നോക്കുകയാണെങ്കിൽ 96999, അത് അൺലിസ്റ്റഡ് സ്പെഷ്യൽ ഡെർമറ്റോളജിക്കൽ സർവീസസ് ഓഫ് പ്രൊസീജിയേഴ്സ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങൾ ഈ 4 ഓപ്ഷൻസിൽ ഇല്ലെങ്കിലാണ് നമ്മൾ അൺലിസ്റ്റഡ് പ്രൊസീജിയർ ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി അവിടെ തന്നെ വയ്ക്കാം. ഇനി ഓപ്ഷൻ സി നോക്കാം. 96567 ആണ്. ഫോട്ടോഡൈനാമിക് തെറാപ്പി ബൈ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഓഫ് ലൈറ്റ് ടു ഡിസ്ട്രോയ് പ്രീമാലിഗ്നന്റ് ലീഷൻസ് ഓഫ് ദി സ്കിൻ ആൻഡ് അഡ്ജസൻറ്റ് മ്യൂക്കോസ വിത്ത് ആപ്ലിക്കേഷൻ ആൻഡ് ഇല്ലുമിനേഷൻ ഓർ ആക്ടിവേഷൻ ഓഫ് ഫോട്ടോ സെൻസിറ്റീവ് ഡ്രഗ്സ് പെർ ഡേ ആണ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുള്ളത് ഫോട്ടോഡൈനാമിക് തെറാപ്പി യൂസ് ചെയ്ത് ലൈറ്റ് എക്സ്റ്റേണലി അപ്ലൈ ചെയ്തിട്ടാണ് പ്രീമാലിഗ്നന്റ് ലീഷൻസിൻ്റെ
റിമൂവൽ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി കറക്റ്റ് ആണ്. എന്നാലും നമ്മൾ ഓപ്ഷൻ ഡി കൂടി ചെക്ക് ചെയ്ത് നോക്കുക. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 96913 ആണ്. ഫോട്ടോ കീമോതെറാപ്പി ഫോർ സിവിയർ ഫോട്ടോ റെസ്പോൺസീവ് ഡെർമറ്റോസിസ് റിക്വയറിംഗ് അറ്റ്ലീസ്റ്റ് 4 to 5 hours ഓഫ് കെയർ അണ്ടർ ഡയറക്റ്റ് സൂപ്പർവിഷൻ ഓഫ് ദി ഫിസിഷ്യൻ ആണ്. ഈ ഓപ്ഷൻ ഡിയിൽ പറയുന്നത് ഫോട്ടോ കീമോതെറാപ്പിയുടെ കാര്യമാണ്. അത് നമുക്ക് അതല്ല നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് ഫോട്ടോ ഡൈനാമിക് തെറാപ്പിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. Next question, an 11-year-old female had one face-to-face visit with her physician and received 3 daily dialysis services during a 1-month period prior to her kidney transplant. How should these services be reported? ഒരു 11-year-old ആയിട്ടുള്ള ഫീമെയിൽ ഫിസിഷ്യനെ ഫേസ് ടു ഫേസ് വിസിറ്റ് ചെയ്തു. എന്നിട്ട് ഡെയിലി ഡയാലിസിസ് 3 ഡേയ്സിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 1 month ടൈമിൽ 3 ഡെയിലി ഡയാലിസിസ് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സർവീസസ് റിപ്പോർട്ട് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഡയാലിസിസ് സെക്ഷനിൽ 2 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻപേഷ്യൻറ്റ് ESRD അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻറ്റ് നോൺ ESRDക്കും ഔട്ട് പേഷ്യൻറ്റ് ESRD സർവീസിൻ്റെയും കോഡാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പേഷ്യൻ്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അണ്ടർഗോ ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ ഉള്ള ഒരു 3 ഡെയിലി ഡയാലിസിസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കവിടെ പെർ ഡേയുടെ കോഡുകൾ 90967 മുതൽ 90970 വരെയുള്ള കോഡുകളാണ് കൺസിഡർ ചെയ്യേണ്ടത്. കാരണം ഈ കോഡുകൾ വരുന്നത് പെർ ഡേക്കാണ്, ഓരോ ദിവസം ചെയ്യുന്ന ഡയാലിസിസിനാണ്. കാരണം എന്തായാലും പേഷ്യൻ്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പോവാണ്. ഒരു 1 full month കംപ്ലീറ്റ് ചെയ്യാനൊന്നും ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്നാണ് കോഡ് എടുക്കേണ്ടത്. ഇനി നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ 90945 എന്ന് പറയുന്നത് ഇൻപേഷ്യൻറ്റ് ESRD അല്ലെങ്കിൽ നോൺ ESRD ഔട്ട് പേഷ്യൻറ്റ് നോൺ ESRDയുടെ കോഡാണ് 90945. അവിടെ മിസലേനിയസ് ഡയാലിസിസ് പ്രൊസീജിയേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഓപ്ഷൻ എ എടുക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 90968 ആണ്. അത് ESRD റിലേറ്റഡ് സർവീസസ് ഫോർ ഡയാലിസിസ് ലെസ് ദാൻ എ ഫുൾ മന്ത് ഓഫ് സർവീസ് പെർ ഡേ ഫോർ പേഷ്യൻസ് 2 to 11 years ഓഫ് ഏജ്. 2 മുതൽ 11 വയസ്സ് വരെയുള്ള പേഷ്യൻസിന് പെർ ഡേ ESRD സർവീസ് കിട്ടുകയാണെങ്കിൽ അതാണ് നമ്മൾ 90968 എടുക്കേണ്ടത്. ഇവിടെ നമ്മുടെ പേഷ്യൻറ്റിന് പെർ ഡേ ഡയാലിസിസ് ആണ് കിട്ടിയിട്ടുള്ളത്. 11 years ഓൾഡ് ആണ്. പിന്നെ എന്താണ് 3 days ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 90968 into 3 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി സി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 90964 അതെന്ന് പറയുന്നത് ESRD റിലേറ്റഡ് സർവീസസ് ഫോർ ഹോം ഡയാലിസിസ് പെർ ഫുൾ മന്ത് ഫോർ പേഷ്യൻസ് 2 to 11 years ഓഫ് ഏജ് to include monitoring for the adequacy of nutrition, assessment of growth and development and counseling of parents. ഇവിടെ ESRD ഹോം ഡയാലിസിസ് സർവീസിൻ്റെ കാര്യമാണ് പറയുന്നത്. നമുക്കിവിടെ പേഷ്യൻ്റ് ഓൾറെഡി ഫിസിഷ്യനെ ഡയറക്റ്റ് പോയിട്ട് ഫേസ് ടു ഫേസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ സി എലിമിനേറ്റ് ചെയ്യാം. ഇനി ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 90956 ആണ്. ഇത് എൻഡ് സ്റ്റേജ് റീനൽ diseases related services monthly for patient 2 to 11 years of age to include monitoring for adequacy of nutrition, assessment of growth and development and counseling of parents with one face-to-face visit by a physician or other qualified healthcare professional per month. ഈ ഒരു ഓപ്ഷൻ ഡിയും നമുക്ക് കൺഫ്യൂഷൻ വരാവുന്നതാണ്. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിലും 1 face-to-face വിസിറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് പേഷ്യൻ്റ് ഈ ഡയാലിസിസ് കിട്ടുന്നത് പ്രയർ ടു ഹർ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. പേഷ്യൻ്റ് ഒരു ട്രാൻസിയൻറ്റ് പേഷ്യൻ്റ് ആണ്. അങ്ങനെ ട്രാൻസിയൻറ്റ് കേസുകളിൽ ട്രാൻസിയൻറ്റ് എന്ന് പറഞ്ഞാൽ ഏത് പേഷ്യൻറ്റിന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ പേഷ്യൻ്റ് കിഡ്നി ഫെയിലിയറിൽ നിന്ന് റിക്കവറായി, അല്ല ആ പേഷ്യൻറ്റിന് ഡെത്ത് ആവുക, ഇങ്ങനത്തെ കേസുകളെയാണ് ട്രാൻസിയൻറ്റ് പേഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിലുള്ള
പേഷ്യൻസിന് കൊടുക്കുന്ന കോഡുകളാണ് നമ്മൾ 90967 തൊട്ടിട്ട് 90970 എന്നുള്ള പെർ ഡേ സർവീസസ്, അതായത് ട്രാൻസിയൻ്റ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണ്. അപ്പോൾ ഈ കേസിൽ നമ്മുടെ പേഷ്യൻ്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അണ്ടർഗോ ചെയ്യാൻ പോവുകയാണ്, അതായത് ട്രാൻസിയൻ്റ് പേഷ്യൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്ഷൻ ബി ആണ് കൊടുക്കുക. 90968 × 3 ഡെയിലി ഡയാലിസിസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ആൻസർ. Question: Dina, a 14-year-old patient, underwent 4 daily ESRD services in the outpatient clinic to being hospitalized. A complex assessment was not provided before Dina's hospitalization. How should you report the daily services? ഇവിടെ 14-year-old ആയിട്ടുള്ള ഡീന എന്ന് പറഞ്ഞ ഒരു പേഷ്യൻ്റ് 4 ഡെയിലി ESRD സർവീസസ് ഔട്ട് പേഷ്യൻ്റ് സെറ്റിങ്ങിൽ അണ്ടർഗോ ചെയ്തിട്ടുണ്ട്. ഇവിടെ അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലൈസേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒത്തിരി കോംപ്ലെക്സ് അസസ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ഡെയിലി സർവീസസിന് എങ്ങനെയാണ് കോഡ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ 90957 90969, ഓപ്ഷൻ ബി 90965, ഓപ്ഷൻ സി 90957, ഓപ്ഷൻ ഡി 90969 × 4 ആണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 90957 ആണ്. ESRD related services monthly for patients 12 to 19 years of age to include monitoring for the adequacy of nutrition, assessment of growth and development and counseling of parents with 4 or more face-to-face visit by physician or other qualified healthcare professional per month ആണ്. അതായത് ഇവിടെ 1 full മന്തിലെ ഫേസ് ടു ഫേസ് വിസിറ്റിൻ്റെ ഒക്കെ കാര്യം പറയുന്ന കോഡാണ് 90957 എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫേസ് ടു ഫേസ് വിസിറ്റിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ സെക്കൻഡ് കോഡ് എന്ന് പറയുന്നത് ഡെയിലി സർവീസ് പെർ ഡേ ഡയാലിസിസിൻ്റെ കോഡാണ് 90969 എന്നുള്ളത്. അപ്പോൾ രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. ഇനി ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 90965 ആണ്. ESRD related services for home dialysis per full month for patient 12 to 19 years of age to include monitoring for the adequacy of nutrition, assessment of growth and development and counseling of parents. ഇത് ഹോം ഡയാലിസിസിൻ്റെ കോഡാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഔട്ട് പേഷ്യൻറ്റ് ക്ലിനിക്കാന്ന് ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അസസ്മെൻറ്റും അവിടെ ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം. ഇനി ഓപ്ഷൻ സി എന്ന് പറയുന്നത് 90957 ആണ്. ഇത് നമ്മൾ ഓൾറെഡി ഓപ്ഷൻ എയിൽ പറഞ്ഞ കോഡാണ്, അതും എലിമിനേറ്റ് ചെയ്യുക. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ 90969 ആണ്. ദാറ്റ് ഈസ് ESRD related services for dialysis less than a full month of service for per day for patient 12 to 19 years of age ആണ്. ഇവിടെ 14 years ആണ്, ഏജ് ഓക്കെ ആണ്. അതുപോലെ തന്നെ ഡെയിലി സർവീസസ് കോഡ് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ഡി എടുക്കാം, 90969. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ് 4 ഡെയിലി ESRD സർവീസസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ × 4 കൊടുക്കാം. ഇനി ഈ ഓപ്ഷൻസ് ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും, കാരണം നമുക്ക് ഡെയിലി സർവീസസ് കോഡ് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആകെ ഒരു കോഡിൽ മാത്രം, ഒരു ഓപ്ഷനിൽ മാത്രമാണ് × 4 കൊടുത്തിട്ടുള്ളൂ. നമുക്കറിയാം പെർ ഡേ സർവീസസിൽ മാത്രമാണ് നമുക്ക് × 4 കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻ ഡി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഷുവർ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ഓപ്ഷൻസും കൂടി ചെക്ക് ചെയ്ത് നോക്കി എലിമിനേറ്റ് ചെയ്തിട്ട് കോഡ് എടുക്കായിരിക്കും ബെറ്റർ. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ESRD സർവീസ് പെർ ഡേ ആണ്, ലെസ് ദാൻ എ മന്ത് ആണ്, പെർ ഡേ ആണ്. ഡെയിലി സർവീസിൻ്റെ കോഡാണ് നമ്മളോട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ 4 days ആണ് സർവീസ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: The correct way for reporting the 60 minutes of face-to-face insight-oriented behavior-modifying psychotherapy services for 60 minutes ആണ്. അതായത് ഒരു 60 minutes ഫേസ് ടു ഫേസ് ആയിട്ടുള്ള സൈക്കോതെറാപ്പി സെഷന് എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 60 minutes മാത്രമല്ല പറഞ്ഞിട്ടുള്ളൂ,
ഇവിടെ ബിഹേവിയർ മോഡിഫയിങ് ഇൻസൈറ്റ് ഓറിയൻറ്റഡ് സൈക്കോതെറാപ്പി സർവീസ് എന്ന് പറയുന്നുണ്ട്. അതായത് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള സർവീസും കൂടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ടൈം 60 മിനിറ്റ്സ് തന്നെയാണ്. ഇനി നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ 90832 മോഡിഫൈഡ് 22, ഓപ്ഷൻ ബി 90834, ഓപ്ഷൻ സി 90836ഉം ഓപ്ഷൻ ഡി 90837 മോഡിഫൈഡ് 22 ആണ്. ഇനി നമ്മൾ ഈ കോഡുകളുടെ ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ 90832 എന്ന് പറയുന്നത് സൈക്കോതെറാപ്പി 30 മിനിറ്റ്സ് വിത്ത് പേഷ്യൻ്റ് ആണ്. ഓപ്ഷൻ ബി 90834 എന്ന് പറഞ്ഞാൽ സൈക്കോതെറാപ്പി 45 മിനിറ്റ്സ് വിത്ത് പേഷ്യൻ്റ് ആണ്. ഇനി ഓപ്ഷൻ സി എന്ന് പറയുന്നത് 90836, ഇതൊരു ആഡ് ഓൺ കോഡാണ്. അതുകൊണ്ട് നമുക്ക് ആ ഓപ്ഷൻ അങ്ങനെ തന്നെ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 90837 ആണ്, സൈക്കോതെറാപ്പി 60 മിനിറ്റ്സ് വിത്ത് പേഷ്യൻ്റ് ആണ്. പിന്നെ മോഡിഫൈഡ് 22 കൂടി അപ്പൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഓരോ കോഡുകളിൽ 30 മിനിറ്റ്സ്, 45 മിനിറ്റ്സ്, 60 മിനിറ്റ്സ് എന്നാണ് തന്നിട്ടുള്ളതെങ്കിലും നമ്മുടെ ഈ സൈക്കോതെറാപ്പി ഹെഡിങ്ങിൻ്റെ താഴെ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്, ഇൻ റിപ്പോർട്ടിംഗ് ചൂസ് ദി കോഡ് ക്ലോസസ്റ്റ് ടു ദി ആക്ച്വൽ ടൈം. അതായത് ഒരു ടൈം റേഞ്ച് തന്നിട്ടുണ്ട്. 16 to 37 മിനിറ്റ്സ് ആണെങ്കിൽ നമ്മൾ 90832ഉം 90833 കൊടുക്കുക. 38 തൊട്ട് 52 മിനിറ്റ്സ് വരെ 90834, 53 ഓർ മോർ മിനിറ്റ്സിന് 90837 ആൻഡ് 838 ആണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ സൈക്കോതെറാപ്പി ലെസ് ദാൻ 60 മിനിറ്റ്സ് ഡ്യൂറേഷൻ ആണെങ്കിൽ നമ്മൾ കോഡ് ചെയ്യാനും പാടില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ 60 മിനിറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് 90837 ആണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ മോഡിഫൈഡ് 22 അപ്പൻഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇവിടെ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇൻസൈറ്റ് ഓറിയൻറ്റഡ് ബിഹേവിയർ മോഡിഫയിങ് സർവീസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മോഡിഫൈഡ് 22 കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. മോഡിഫൈഡ് 22 എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് സർവീസാണ്. അപ്പോൾ അതും കൂടി അപ്പൻഡ് ചെയ്യുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, നമുക്ക് കറക്റ്റ് കോഡ് ഇല്ലെങ്കിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ഏതാണോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് ആ കോഡ് എടുക്കാൻ നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്, 90837 മോഡിഫൈഡ് 22. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫിസിഷ്യൻ പെർഫോംസ് 16 percutaneous test scratch, puncture or prick with allergenic extract called procedure. ഇവിടെ ഒരു ഫിസിഷ്യൻ 16 percutaneous ടെസ്റ്റ്, അത് സ്ക്രാച്ച്, പങ്ക്ചർ, പ്രിക്കൊക്കെ വഴി അലർജനിക് എക്സ്ട്രാക്റ്റ് വെച്ചിട്ടാണ് ഇവിടെ പെർഫോം ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രൊസീജിയറിനെ കോഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ 95052, ഓപ്ഷൻ ബി 95044, ഓപ്ഷൻ സി 95004, ഓപ്ഷൻ ഡി 95017. ഓപ്ഷൻ എ 95052 എന്ന് പറഞ്ഞാൽ ഫോട്ടോ പാച്ച് ടെസ്റ്റ് ആണ്, സ്പെസിഫൈ നമ്പർ ഓഫ് ടെസ്റ്റും. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ 95044 ആണ്, പാച്ച് ഒരു ആപ്ലിക്കേഷൻ ടെസ്റ്റ് ആണ്. ഇവിടെ നമുക്ക് ക്ലിയർലി പറഞ്ഞിട്ടുണ്ട് പെർക്യൂട്ടേനിയസ് ടെസ്റ്റ് ആണെന്നുള്ളത്. ഇനി ഓപ്ഷൻ സി എന്ന് പറയുന്നത് 95004, പെർക്യൂട്ടേനിയസ് ടെസ്റ്റ് സ്ക്രാച്ച്, പങ്ക്ചർ, prick with allergenic extract, immediate type reaction including test interpretation and report, specify number of test. ഇവിടെ 16 പെർക്യൂട്ടേനിയസ് ടെസ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതും സ്ക്രാച്ചും പങ്ക്ചറും പ്രിക്കും ആണ്. അതുപോലെ അലർജനിക് എക്സ്ട്രാക്റ്റ് ആണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ സി 95004 പറയുന്നത് ആ ഒരു കോഡ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളതാണ്. ഇനി ഓപ്ഷൻ ഡി കൂടി ചെക്ക് ചെയ്ത് നോക്കാം. 95017 അലർജി ടെസ്റ്റിംഗ് എനി കോമ്പിനേഷൻ ഓഫ് പെർക്യൂട്ടേനിയസ് ആൻഡ് ഇൻട്രാക്യൂട്ടേനിയസ് സീക്വൻഷ്യൽ ആൻഡ് ഇൻക്രിമെൻ്റൽ വിത്ത് വീനോംസ്, ഇമ്മീഡിയറ്റ് ടൈപ്പ് റിയാക്ഷൻ ഇൻക്ലൂഡിംഗ് ടെസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ട്, സ്പെസിഫൈ നമ്പർ ഓഫ് ടെസ്റ്റ്. ഇവിടെ 95017 പറയുന്നത് പെർക്യൂട്ടേനിയസ് ആൻഡ് ഇൻട്രാക്യൂട്ടേനിയസ് ആയിട്ട് ടെസ്റ്റ് ചെയ്യാണ്. അതും ഇവിടെ വീനോംസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ അലർജനിക് എക്സ്ട്രാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ സി ആണ് ആപ്റ്റ് ആയിട്ടുള്ളത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 95004.